ഓഡിബിൾ അല്ലേ? രശ്മ ഷെയർ ചെയ്തോളൂ. ഓക്കെ. HTML പേജ് ക്രിയേറ്റ് ചെയ്യാം. home.html എന്ന് കൊടുത്തോളൂ. ഓക്കെ. ടോട്ടൽ HTML കോഡ് ഷെയർ ചെയ്തിട്ടുണ്ട്. HTML സിൻടാക്സ് ഉൾപ്പെടെയാണ് സെൻഡ് ചെയ്തിരിക്കുന്നത്. അതല്ല, ഇന്നത്തെ നോക്കുക. ഏറ്റവും ടോപ്പിലേക്ക് വരിക. നമ്മളിവിടെ അജാക്സ് പാസ് ചെയ്യുന്നത് ഇപ്പോൾ നോർമലി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പേജ് റീലോഡ്, എന്തെങ്കിലും ഒരു സെക്ഷൻ റീലോഡ് ചെയ്യുമ്പോൾ ആ ടോട്ടൽ പേജ് ആണ് അവിടെ റീഫ്രഷ് ആവുന്നത്. ബട്ട് ഇവിടെ നമ്മൾ അജാക്സ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ സെക്ഷൻ മാത്രം റീലോഡ് ചെയ്ത് നമുക്ക് കൊടുക്കാം. ടോട്ടൽ പേജ് റീഫ്രഷ് ചെയ്യാണ്ട് ഒരു ചെറിയൊരു സെക്ഷൻ മാത്രം. ഓക്കെ. ഇതിലെ ലൈൻ നമ്പർ 13 and 14 അജാക്സ് ലിങ്ക്സ് ആണ് ആ ഒരു സ്ക്രിപ്റ്റ് ടാഗിനുള്ളിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ലൈൻ നമ്പർ 13 and 14 ഈ സെക്ഷൻസ് പാസ് ചെയ്തിട്ടില്ല എങ്കിൽ അജാക്സിന്റെ ഫങ്ഷൻ നടക്കില്ല. അതായത് റീലോഡിങ്ങും ആ സെക്ഷൻസ് ഒന്നും ഈ ഒരു ലിങ്ക് സ്ക്രിപ്റ്റ് ടാഗ് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ റൺ ആവില്ല. ഓക്കെ. ഈ ഒരു പേജിന് URLസും വ്യൂസും ക്രിയേറ്റ് ചെയ്തേ.
ഔട്ട്പുട്ട് ഒന്നുകൂടി ലോഡ് ചെയ്യാം. ഔട്ട്പുട്ട് ഒന്നെടുത്ത് ഓക്കെ. ദെൻ ബാക്ക് ടു കോഡ് വന്ന് HTML പേജിലെ ലിങ്ക്സ് എല്ലാം റിമൂവ് ചെയ്യാം. ഏറ്റവും താഴത്തെ പോർഷനിലേക്ക് വന്നോളൂ, അവിടെ തൊട്ട് റിമൂവ് ചെയ്യും. ഓക്കെ. താഴേക്ക് മേളിലേക്ക് സ്ക്രോൾ ചെയ്യാം. അപ്ഡേറ്റ് ഐറ്റത്തിൽ ലിങ്ക് റിമൂവ് ചെയ്യാം. അവിടെ ഐഡിയും റിമൂവ് ചെയ്തോളൂ. അതെല്ലാം ആ കോഡ്സിനുള്ളിലുള്ള ID റിമൂവ് ചെയ്യും. ഓക്കെ. ഔട്ട്പുട്ട് റിഫ്രഷ് ചെയ്തോളൂ. ഓക്കെ. ഈ ഒറ്റ പേജിൽ തന്നെയാണ് നമ്മൾ ആഡ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യിക്കാനുമുള്ള ടേബിൾ പാസ് ചെയ്തിരിക്കുന്നത്. ആഡിനും അപ്ഡേറ്റിനും സെയിം ഫോം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ദെൻ അതിനനുസരിച്ച് ആഡ് എന്ന ബട്ടണും അപ്ഡേറ്റ് എന്ന രണ്ട് ബട്ടൺസിലേക്ക് ഡിഫറെന്റ് സ്ക്രിപ്റ്റ് ഫങ്ഷൻസ് ആണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ദെൻ നെയിം, ഏജ് ആൻഡ് അഡ്രസ്. ഇതിന്റെ ബേസിസിൽ ഈ കോളംസിന്റെ ബേസിസിൽ ഒരു മോഡൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റുഡന്റ് എന്നൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യാം. മോഡൽസ് ഷെയർ ചെയ്തിട്ടുണ്ട്. മൈഗ്രേഷൻസ് അപ്ലൈ ചെയ്തോളൂ. മോഡൽസിൽ ചേഞ്ച് ചെയ്യുമ്പോൾ മൈഗ്രേറ്റ് ചെയ്യണം. ഓക്കെ. ദെൻ നെക്സ്റ്റിന് നമുക്ക് ആ ഫോം നോക്കാം. home.html എടുത്തേ. ഈ ഒരു ഫോമിൽ യൂസർ നെയിം, ഏജ് ആൻഡ് ഇമെയിൽ ID ഈ 3 ഫീൽഡ്സ് ആണ് വരുന്നത്. ദെൻ ഒരു ഹിഡൻ ഫീൽഡും കൂടെ കൊടുത്തിട്ടുണ്ട് ലൈൻ നമ്പർ 31. അത് ആ ഒരു ID ലോഡ് ചെയ്യുന്നതാണ്. അതിന്റെ ഫംഗ്ഷൻ നമുക്ക് എഡിറ്റിലാണ് വരുന്നത്. സോ ഇവിടെ അത് നോക്കണ്ട. ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റുഡന്റിനെ ആഡ് ചെയ്യുന്ന ടൈമിൽ 3 ഫീൽഡ്സ് ആണ് വരുന്നത്. യൂസർ നെയിം, ഏജ് ആൻഡ് ഇമെയിൽ. ദെൻ നോക്കിക്കേ, ലൈൻ നമ്പർ 33 ആഡ് എന്ന ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഓൺ ക്ലിക്കിൽ സ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ആഡ്. ഇവിടെ അജാക്സ് മെത്തേഡിലാണ് നമ്മൾ ഇതുവരെ ചെയ്ത പ്രൊജക്റ്റുകളിൽ പോലെയല്ല, അജാക്സ് മെത്തേഡ് വഴിയാണ് വാല്യൂസ് ബാക്ക് എൻഡിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നത്. മുന്നേ നമ്മൾ കൊടുത്തിരുന്നത് ഫോം ആക്ഷനിലാണ് ലിങ്ക്. ഇവിടെ സ്ക്രിപ്റ്റിനുള്ളിൽ അജാക്സ് പാസ് ചെയ്യുന്നു. താഴേക്ക് വന്നേ, അവിടെ ആഡ് എന്ന ഫംഗ്ഷൻ ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെടുക്കാം. കുറച്ചുകൂടി താഴേക്ക് സ്ക്രോൾ ചെയ്തോളൂ. ലോഡ് ഐറ്റംസിന് ശേഷം താഴെ യെസ്, ഇതാ ആഡ് എന്ന ഫംഗ്ഷൻ നോക്കാം. സബ്മിറ്റ് ബട്ടണിൽ ആഡ് എന്ന ഫംഗ്ഷൻ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ.
ഇവിടെ ഈ ഫംഗ്ഷനുള്ളിലേക്ക് ആ ഇൻപുട്ട് ഫീൽഡ്സിൽ നമ്മൾ കറന്റ് ഫില്ല് ചെയ്തിരിക്കുന്ന എല്ലാ വാല്യൂസും ഗെറ്റ് ചെയ്തെടുക്കണം. അതെല്ലാം ഓരോ വേരിയബിൾസിലേക്ക് ലോഡ് ചെയ്തിട്ടു. നെയിം, ഏജ്, ഇമെയിൽ. സിൻടാക്സ് ശ്രദ്ധിക്കുക. $, ബ്രാക്കറ്റ്സിൽ ഹാഷ് ID പാസ് ചെയ്ത് കൊടുത്തു. ആ ഇൻപുട്ട് ഫീൽഡിന്റെ ID വെച്ചാണ് സ്ക്രിപ്റ്റിലേക്ക് ബാക്ക് എൻഡിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ നെയിം എന്ന ആട്രിബ്യൂട്ടിന് ഉള്ളിലുള്ള വാല്യൂ ആയിരിക്കും കൊടുക്കുന്നത്. ബട്ട് സ്ക്രിപ്റ്റ് ഫംഗ്ഷനിലേക്ക് എടുക്കുമ്പോൾ എപ്പോഴും ഐഡിയുടെ ബേസിസിലാണ്. ID എന്ന ആട്രിബ്യൂട്ട് ടോപ്പിലേക്ക് സ്ക്രോൾ ചെയ്ത് ആ ഫോം ഒന്ന് എടുക്കുക. ഇൻപുട്ട് ഫീൽഡിന് ID എന്ന ആട്രിബ്യൂട്ടിലെ വാല്യൂ ആണ് നമ്മളിവിടെ ഫെച്ച് ചെയ്തെടുക്കുക. ഓക്കെ, ഫംഗ്ഷനിലേക്ക് വരാം. ഹാഷ് നെയിം ഡോട്ട് വാല്യൂ എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഇൻപുട്ട് ഫീൽഡിലെ വാല്യൂസ് ഓരോ വേരിയബിൾസിലേക്ക് നമ്മൾ ഫെച്ച് ചെയ്തിട്ടു. ഇനി നെക്സ്റ്റ് അജാക്സ് മെത്തേഡ് പാസ് ചെയ്യാം. വാല്യൂസ് എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇവിടെ അജാക്സ് മെത്തേഡിനുള്ളിൽ ടൈപ്പ് പോസ്റ്റ്, നമ്മൾ നോർമൽ ഫോം യൂസ് ചെയ്യുമ്പോൾ മെത്തേഡ് പോസ്റ്റ് പാസ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ടൈപ്പ് കോളൻ പോസ്റ്റ് പാസ് ചെയ്തു. ദെൻ URL നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത് നമ്മൾ ഫോം ആക്ഷനിൽ ലിങ്ക് കൊടുക്കില്ലേ, സോ അതേപോലെയാണ് ഇവിടെ URL ലിങ്ക് കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ ഡാറ്റ. ഇവിടെ ഡാറ്റ എന്നൊരു ഡിക്ഷണറിയാണ് നമ്മൾ ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഡാറ്റ എന്ന ഡിക്ഷണറിയാണ് നമ്മൾ ബാക്ക് എൻഡിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഡിക്ഷണറി ആയിട്ടാണ് സ്ക്രിപ്റ്റ് ഫംഗ്ഷനിൽ നിന്ന് അജാക്സ് മെത്തേഡ് വ്യൂസിലേക്കും വ്യൂസിൽ നിന്ന് തിരിച്ച് ബാക്ക് ടു HTML പേജിലേക്ക് നമ്മൾ ഡിക്ഷണറി ആയിട്ടായിരിക്കും ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നോക്കിയേ. നെയിം, ഏജ്, ഇമെയിൽ ഓരോ കീ വാല്യൂ പേഴ്സ് ആയിട്ട് പാസ് ചെയ്ത് കൊടുത്തു. ഓൾസോ ഫോം ബാക്ക് എൻഡ് ഫംഗ്ഷൻ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ CSRF ടോക്കൺ കൊടുക്കണം. സോ അതും ഇവിടെ പാസ് ചെയ്തിട്ടുണ്ട്. നോർമൽ ഫോം യൂസ് ചെയ്യുമ്പോൾ ചെയ്യുന്ന 3 കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് മെത്തേഡ്, URL ലിങ്ക് കൊടുക്കുന്നു, CSRF ടോക്കൺ. അത് ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നതേ ഉള്ളൂ. ക്ലിയർ ആണോ? അജാക്സ് മെത്തേഡിലെ ടൈപ്പ്, URL, ഡാറ്റ ഇത് പാസ് ചെയ്തിരിക്കുന്നത് ക്ലിയർ ആണോ? റെസ്പോണ്ട് ചെയ്യാം. ക്ലിയർ ആണ്. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് URL നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ലിങ്ക് അതാണ് ഇനി വർക്ക് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് ബാക്ക് എൻഡിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടിയതിന് ശേഷമാണ് ഈ ഒരു സക്സസ് ഫംഗ്ഷനിലെ സെക്ഷൻ വരുന്നത്. ഓക്കെ, അജാക്സ് മെത്തേഡ് കോൾ ചെയ്യുമ്പോൾ ടൈപ്പ് പോസ്റ്റ് URL ലിങ്ക് നമുക്ക് ലോഡ് ആവണം. അവിടെ ലിങ്ക് പാസ് ചെയ്തേ. ആഡ് ഐറ്റം എന്ന് കൊടുത്തോളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇനി നമുക്ക് URL ലിങ്ക് ക്രിയേറ്റ് ചെയ്താൽ urls.py എന്ന ഫയലിൽ പാത്ത് കൊടുക്കണം. വ്യൂസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ആഡ് ഐറ്റം എന്ന ഫംഗ്ഷനിൽ പോസ്റ്റ് മെത്തേഡ്, ദെൻ റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റിന് ശേഷം ഡോട്ട് സ്ക്വയർ ബ്രാക്കറ്റ്സ് കൊടുക്കാം. ഇല്ല എങ്കിൽ ഡോട്ട് ഗെറ്റ് 2 മെത്തേഡ് നമുക്ക് പാസ് ചെയ്യാം.
ഡോട്ട് ഗെറ്റ് ബ്രാക്കറ്റ്സിനുള്ളിൽ ഇവിടെ നമ്മൾ ഫെച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത് ഡിക്ഷണറി ആയിട്ട് ലോഡ് ചെയ്ത് കൊടുത്തില്ലേ. ബാക്ക് ടു ആ സ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ഒന്ന് എടുത്തേ. ഡിക്ഷണറി ആയിട്ട് ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നതിന്റെ കീ ആണ്. ജസ്റ്റ് ആ കീ ഒന്ന് സെലക്ട് ചെയ്യാം. കീ ഫസ്റ്റ് കോട്സിനുള്ളിൽ കൊടുക്കുന്ന ഡാറ്റ എന്ന ഡിക്ഷണറിയിൽ. ഡാറ്റ എന്ന ഡിക്ഷണറി ലൈൻ നമ്പർ 55. സോറി, സ്ക്രോൾ ചെയ്തേ. 55 അല്ല, 85. ഡാറ്റ എന്ന ഡിക്ഷണറി ലോഡ് ചെയ്ത് കൊടുത്തിട്ടില്ലേ. ഇപ്പൊ കറന്റ്ലി പോയിന്റ് ചെയ്തിരിക്കുന്നത് വാല്യൂ നമ്മളൊരു വേരിയബിളിലേക്ക് ലോഡ് ചെയ്തിട്ടു. അതവിടെ കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, ഡാറ്റ എന്ന ഡിക്ഷണറിയിൽ നെയിം, ഏജ്, ഇമെയിൽ ലോഡ് ചെയ്ത് കൊടുത്തിട്ടില്ലേ. യെസ്, ഈ ഡിക്ഷണറിയുടെ കീ, കോഡ്സിലുള്ള കീ ആണ് നമ്മൾ അവിടെ കോൾ ചെയ്യുന്നത്. ഇവിടെ വേറെ എന്തെങ്കിലും ആയിരുന്നു നമ്മൾ പാസ് ചെയ്തിരുന്നെങ്കിൽ ആ കോഡ്സിനുള്ളിൽ കൊടുക്കുന്ന ഏത് വാല്യൂ ആണോ അത് തന്നെ വ്യൂസിലേക്ക് ലോഡ് ചെയ്യാം. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, ബാക്ക് ടു വ്യൂസ് എടുക്കാം. അതുപോലെ നെയിം, ഏജ്, ഇമെയിൽ 3 വാല്യൂസും നമ്മൾ അതുപോലെ ലോഡ് ചെയ്ത് കൊടുത്തു. ദെൻ നെക്സ്റ്റ് എന്താ ബാക്കി മുന്നേ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ സ്റ്റുഡന്റ് എന്ന ടേബിളിലേക്ക് സേവ് ചെയ്ത് കൊടുക്കണം. ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തേ. ഫ്രം ഡോട്ട് മോഡൽസ് ഇമ്പോർട്ട് സ്റ്റുഡന്റ്. ഓക്കെ, ദെൻ 13th ലൈൻ സ്റ്റുഡന്റ് എന്ന ടേബിളിലേക്ക് നമ്മൾ ലോഡ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ആ ഒരു റെക്കോർഡ് സേവ് ചെയ്തു. ഓക്കെ, നമുക്കിവിടെ ഈ ഒരു ഫംഗ്ഷനിൽ നിന്ന് റിട്ടേൺ ചെയ്ത് ആ ഒരു പേജിലേക്കല്ല പോകേണ്ടത്, പകരം ആ ഒരു സ്ക്രിപ്റ്റ് ഫംഗ്ഷനുള്ളിലേക്കാണ് പോകേണ്ടത്. സോ നമ്മളിവിടെ ജെയ്സൺ റെസ്പോൺസ് ആയിട്ട് റിട്ടേൺ ചെയ്യാം. ജെയ്സൺ റെസ്പോൺസ് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഫ്രം Django dot HTTP from Django dot HTTP import JSON response. Okay. Okay. JSON response return ചെയ്യുമ്പോൾ നോക്കിയേ ബ്രാക്കറ്റ്സിൽ ഡിക്ഷണറി ആയിട്ട് സക്സസിന് ട്രൂ എന്ന വാല്യൂ ആണ് നമ്മൾ പാസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതായത് പ്രോപ്പർലി ഈ ഒരു സെക്ഷൻ ഡാറ്റാബേസിലേക്ക് പ്രോപ്പർലി എല്ലാ വാല്യൂസും എക്സിക്യൂട്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സക്സസ് ആയി ജെയ്സൺ റെസ്പോൺസ് വഴി ആ ഒരു സ്ക്രിപ്റ്റ് ഫംഗ്ഷനിലേക്ക് റിട്ടേൺ ചെയ്യാം. ബാക്ക് ടു ഇനി സ്ക്രിപ്റ്റ് ഫംഗ്ഷൻ വന്നേ. യെസ്, ദാ സക്സസ് അവിടെ നമ്മൾ ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സക്സസ് ഫംഗ്ഷൻ ലോഡ് ചെയ്യുമ്പോൾ കേർലി ബ്രേസസിനുള്ളിൽ നോക്കിയേ അവിടെ ലോഡ് ഐറ്റംസ് എന്നൊരു ഫംഗ്ഷൻ ആണ് നമ്മൾ കോൾ ചെയ്തിരിക്കുന്നത്. ഈ ലോഡ് ഐറ്റംസ് എന്ന് പറയുന്നത് ആ ഒരു ടേബിൾ ലോഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ആണ്. അത് നമുക്ക് പിന്നീട് ചെക്ക് ചെയ്യാം. ഓക്കെ,